ഹായ് ഓൾ. ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണിത്. ഭരണഘടന എന്ന വിഷയത്തിലെ പ്രധാന ചോദ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഏതുതരം ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്? പാർലമെൻ്ററി സർക്കാർ. പൗരത്വത്തിനുള്ള അവകാശത്തെ നിയമം വഴി നിയന്ത്രിക്കാനുള്ള അധികാരം ഭരണഘടന ആർക്കാണ് നൽകിയിരിക്കുന്നത്? പാർലമെൻറ്റിന്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏത് മൗലികാവകാശ പ്രകാരമാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഏതു സമിതി നിർദ്ദേശിച്ച ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യയിലെ നിയമനിർമ്മാണത്തിൽ ആദ്യമായി ജനകീയ പങ്കാളിത്തം കൊണ്ടുവന്നത് ഏത് നിയമത്തിലൂടെയാണ്? 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ഏതു മൗലികാവകാശവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏതു കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ തർക്കമുണ്ടായാൽ തീർപ്പ് കൽപ്പിക്കുന്നതാര്? സുപ്രീം കോടതി. രാഷ്ട്രപതി അന്തരിക്കുകയും തുടർന്ന് പ്രസ്തുത ചുമതല വഹിക്കാൻ ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ സ്ഥലത്തില്ലാതിരിക്കുകയും ചെയ്താൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കേണ്ടത് ആര്? സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ജഡ്ജി. സംസ്ഥാന നിയമസഭ സമ്മേളിക്കാത്ത സമയത്ത് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളതാർക്ക്? ഗവർണർ. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്ക്? പാർലമെൻറ്റിന്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഒരു പൗരന് ഹൈക്കോടതിയെ സമീപിക്കാനാവുക? അനുച്ഛേദം 226. പ്രസിഡൻഷ്യൽ റഫറൻസുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 143. ഭരണഘടനയുടെ ഏതു അനുച്ഛേദപ്രകാരമാണ് സുപ്രീം കോടതിയെ ഒരു കോർട്ട് ഓഫ് റെക്കോർഡായി പരിഗണിക്കുന്നത്? അനുച്ഛേദം 129. സംസ്ഥാന ഗവർണർ അധികാരമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര? 65 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യത്തിന് നൽകിയിട്ടുള്ള തദ്ദേശീയ നാമമെന്ത്? ഭാരത്. ഇന്ത്യയിൽ പുതിയ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകാൻ അധികാരമുള്ളതാർക്ക്? പാർലമെൻറ്റിന്. സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 35 വയസ്സ്. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ വനിതയാര്? മനോഹര ഹോൾക്കർ. രാഷ്ട്രപതിയെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമേത്? ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 61. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതാര്? KR നാരായണൻ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി രാഷ്ട്രപതിയായ വ്യക്തിയാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കുറച്ച് വോട്ടുകളും ഏറ്റവും ചെറിയ ഭൂരിപക്ഷവും നേടി വിജയിച്ച് രാഷ്ട്രപതിയായത് ആര്? വി ഗിരി.
രണ്ടാം തവണയും രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആര്? രാജേന്ദ്ര പ്രസാദ്. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കാൻ രാജ്യത്തിന് ബാധ്യതയുണ്ടെന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമേത്? നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ് ആയി ആചരിക്കപ്പെടുന്നതേത്? നവംബർ 26. ഏതു വർഷം മുതലാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 2015. ഭാരതീയ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതിയെ അലങ്കരിച്ച ചിത്രകാരനാര്? നന്ദലാൽ ബോസ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിരിക്കും എന്നു പ്രസ്താവിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? 1-ാം അനുച്ഛേദം. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതേത്? സ്വത്തവകാശം. ജനക്ഷേമത്തിനുതകുന്ന സാമൂഹിക ക്രമം ചിട്ടപ്പെടുത്തണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 38. പൗരന്മാർക്ക് മതിയായ ജീവനോപാധികൾ ഉറപ്പാക്കുക, ഒരേ തൊഴിലിന് സ്ത്രീക്കും പുരുഷനും ഒരേ വേതനം ഉറപ്പാക്കുക, ഉൽപാദനോപാധികളുടെ കേന്ദ്രീകരണം തടയുക, തൊഴിലാളികളുടെയും കുട്ടികളുടെയും ചൂഷണം തടയുക എന്നിവ നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 39. സൗജന്യ നിയമസഹായം ഉറപ്പാക്കാൻ നടപടി കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 39A. ഭരണഘടനയുടെ 40-ാം അനുച്ഛേദത്തിൻ്റെ പ്രതിപാദ്യമെന്ത്? ഗ്രാമപഞ്ചായത്തുകളുടെ സംഘാടനം. സ്ത്രീകൾക്ക് പ്രസവാനന്തര ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 42. തൊഴിലാളികൾക്ക് മാന്യമായ വേതനം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 43. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 43. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമെന്ത്? രാജ്യത്താകമാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണം. ശിശുപരിപാലനം, 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 45. പട്ടികജാതി പട്ടികവർഗങ്ങളുടെയും മറ്റു ദുർബല ജനവിഭാഗങ്ങളുടെയും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം ലക്ഷ്യമിടാൻ നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 46. ലഹരി വസ്തുക്കളുടെ നിരോധനം നടപ്പാക്കാൻ നിർദ്ദേശം നൽകുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 47. കൃഷി, മൃഗസംരക്ഷണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 48.
ഗോവധ നിരോധനത്തിന് ശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 48. പ്രകൃതി, വനം, വന്യജീവി എന്നിവയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 48A. ഭരണഘടനയുടെ 50-ാം അനുച്ഛേദത്തിലെ പ്രതിപാദ്യമെന്ത്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കണം. അന്തർദേശീയ സമാധാനം, സുരക്ഷ എന്നിവ നിലനിർത്താൻ യത്നിക്കണം എന്നു നിർദ്ദേശിക്കുന്ന അനുച്ഛേദമേത്? അനുച്ഛേദം 51. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ ഉള്ള തർക്കങ്ങളിൽ അന്തിമവിധി പുറപ്പെടുവിക്കാൻ അധികാരമുള്ളതാർക്ക്? സുപ്രീം കോടതിക്ക്. മൗലികാവകാശങ്ങളുടെ ലംഘനം, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം എന്നിവയിൽ വിധി പറയാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഏതു ഗണത്തിൽപ്പെടുന്നു? ആദ്യാധികാരിത അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. സുപ്രീം കോടതിക്ക് മുൻപ് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായങ്ങൾ സ്വയം പുനഃപരിശോധിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദമേത്? അനുച്ഛേദം 137. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്? 52-ാം ഭേദഗതി. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 61-ാം ഭേദഗതി.